പണ്ടൊക്കെ ജാതി കൃഷി ചെയ്യുന്നത് സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള തൈകളായിരിക്കില്ല. കുരു പാകി മുളപ്പിച്ച ജാതികളായിരിക്കും മിക്കവാറും പണ്ടൊക്കെ നട്ടുപിടിപ്പിക്കുക. ഇപ്പോഴും നല്ല വെറൈറ്റീസ് ഏതാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് നല്ലത് തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യാൻ പറ്റും. അതേസമയം പഴയ ജാതികൾ ചിലപ്പോൾ ഉൽപ്പാദനക്ഷമതയില്ലെങ്കിൽ, കായകളുടെ വലിപ്പം കുറവാണെങ്കിൽ, ഉൽപ്പാദനം കുറവാണെങ്കിൽ അത് നമ്മുടെ പറമ്പിൽ വളർത്തുന്നതിൽ വലിയ കാര്യമില്ല. അത്രയും പ്രദേശം നഷ്ടപ്പെടുത്തുകയും വരുമാനം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ടോപ്പ് വർക്ക് ചെയ്താൽ മതിയാവും. താഴത്തെ ഒരു സെറ്റ് ശിഖരം നിർത്തിയതിന് ശേഷം അതിൻ്റെ ടോപ്പ് വെട്ടിവിട്ട് വളർന്നു വരുന്ന ഷൂട്ടിൽ ജാതി ബഡ് ചെയ്യുകയാണെങ്കിൽ, നല്ല ഇനം ജാതി ബഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 2 വർഷം കൊണ്ട് തന്നെ പുതിയ നല്ല വെറൈറ്റി നമുക്ക് അതിൽ കായ്പ്പിച്ചെടുക്കാൻ പറ്റും. ഈ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അറിയാത്ത കർഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി അതിൻ്റെ റിസൾട്ട് കാണിക്കുകയാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് ടോപ്പ് വർക്ക് നടത്തിയ ഒരു ജാതിയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അന്ന് ടോപ്പ് വർക്ക് നടത്തിയ ജാതിയുടെ ബഡ് എങ്ങനെ വളർന്നു എന്നൊക്കെ നോക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗോണി വെച്ചിട്ടുണ്ട്. ഒന്ന് കയറി നോക്കാം. കുറച്ച് കമ്പുകളൊക്കെ ഇടയ്ക്കൊന്ന് വളർന്ന് എക്സസ് ആയിട്ട് വരുന്നതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്യുവാണ്. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം, എങ്കിലേ കാണാൻ പറ്റുള്ളൂ. ഇതും കട്ട് ചെയ്ത് കളയാം. ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്നതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടാം. ഇതാണ് ഒരു ജാതി നമ്മൾ ടോപ്പ് വർക്ക് ചെയ്തത്. നോക്കൂ, ഇപ്പോൾ ഏകദേശം ഒരു 4 ഇഞ്ചോളം വളർന്നിട്ടുണ്ട്. വേറെ ചെറിയ മുകളങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് എടുത്ത് കളയാം. ഇതിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന വേറെ ആവശ്യമില്ലാത്തതൊക്കെ ഇതുപോലെ കളയാം. പിന്നെ വേറെയും ബഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സ്ഥിതി നോക്കാം. നോക്കൂ, ഇതൊരു ബഡാണ്. ഇതൊരു 4 ഇഞ്ച് വളർന്നിട്ടുണ്ട്. എക്സസ് ആയിട്ട് വരുന്ന മുകളങ്ങളൊക്കെ തട്ടിക്കളയാം. ഇതുണ്ടോ, ഇതൊരു 4 ഇഞ്ച് വളർന്നു. അപ്പോൾ 2 എണ്ണം സക്സസ് ആയിട്ടുണ്ട്, വളർന്നു തുടങ്ങി. ഇതിനെ ഇനി വളർത്തി വലുതാക്കാൻ പറ്റും, പെട്ടെന്ന് വളർന്നോളും. ഇതിൻ്റെ ചുവട്ടിൽ നല്ല വേരുകളുള്ളതുകൊണ്ട് ഈ ചെടി പെട്ടെന്ന് വളർന്ന് നമുക്ക് 2.5 വർഷം കൊണ്ട് കായുണ്ടാവും. നല്ലൊരു വെറൈറ്റിയാണ് ഇതിൽ ബഡ് ചെയ്തിരിക്കുന്നത്. പുന്നത്താനത്തിൻ്റെ പുതിയൊരു വെറൈറ്റി തന്നെയാണ് ഇതിൽ ബഡ് ചെയ്തിരിക്കുക. ഇതുണ്ടോ, ഇവിടെ നോക്കുമ്പോൾ പല മുകളങ്ങൾ വേറെ വളർന്നു വരുന്നുണ്ട്. ഇതിവിടെ നിർത്തേണ്ട കാര്യമില്ല. ഇതിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം, എങ്കിലേ നമ്മുടെ ഈ ബഡ് നല്ല ശക്തമായിട്ട് വളർന്നു വരുള്ളൂ. ഇത് ഞാൻ അതിനെയൊക്കെ കളയുകയാണ്. ഇത് ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് ടോപ്പ് വർക്ക് ചെയ്തൊരു ജാതിയാണ്. കണ്ടോ, ഇതൊക്കെ ഞാൻ പുതിയ പുന്നത്താനത്തിൻ്റെ വെറൈറ്റീസ് ഇതിൽ ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വലിയൊരു ജാതിയായി. കണ്ടോ, ഇപ്പോൾ പൂവൊക്കെ ഇട്ടു, കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല ശക്തമായ രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്.